ഈ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ബഹുമാന്യനായ നമ്മുടെ MLA മുഹമ്മദ് മുഹസിൻ അവരുടെ വേദിയിലും സാഹചര്യം സന്നിഹിതരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഈ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരാഗ്രഹമാണ് ഇങ്ങനത്തെ ചില പദ്ധതികൾ. ഈ പദ്ധതികളെ കൊണ്ട് നമുക്കുള്ള ഉപയോഗം 100% ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഈ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടും. അത് വളരെ ഒരു വലിയ കാര്യമാണ്. ഒരുപാട് കാലമായി ഈ കുടിവെള്ളത്തിന് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വകയായി ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിൻ്റെ വകയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്, ബ്ലോക്കിൻ്റെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്നും നമ്മളുടെ ജലക്ഷാമം പൂർത്തീകരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ തടയണ വരുമ്പോൾ നമുക്ക് കുറേ അതിലും ഉപരിയായി ഒരുപാട് കുടിവെള്ളക്ഷാമങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നല്ലൊരു പ്രവൃത്തിയാണ്. പിന്നെ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിൽ ഇന്ന് ഒരു MP ആണെങ്കിലും ശരി, MLA ആണെങ്കിലും ശരി, ഒരു മന്ത്രിസഭയാണെങ്കിലും ശരി, അത് മാറി മാറി വരും. പക്ഷെ വികസനങ്ങൾ മാറി മാറി വരുന്ന MLA മാരും MP മാരും നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. ഇത് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ഏത് ഗവൺമെന്റ് വന്നു എന്നുള്ളതല്ല, ഏത് MLA വന്നു, ഏത് MP വന്നു എന്നുള്ളതല്ല. ഇപ്പൊ നമ്മുടെ MP ശ്രീകണ്ഠനാണ് ഒരുപാട് പദ്ധതികൾ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ മുഹസിൻ നടത്തിയിട്ടുണ്ട്. ഇനി മാറി വരുന്ന MLA ആണെങ്കിലും MP ആണെങ്കിലും അത് ആരോ ആവട്ടെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിലേ നമ്മുടെ നാട് വികസിക്കുകയുള്ളൂ. അതിന് നമ്മൾ നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത നല്ല പ്രവർത്തിക്കും ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഇനി വരുന്ന MLA-ക്കാണെങ്കിലും ശരി, MP-ക്കാണെങ്കിലും ശരി, പഞ്ചായത്തിലാണെങ്കിലും ശരി, പഞ്ചായത്ത് പ്രസിഡന്റിനാണെങ്കിലും ശരി, നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദിക്ക് എല്ലാ ആളുകൾക്കും ഈ പ്രവർത്തിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.